ലക്ഷം മലയാളികൾക്ക് കോ ഓണർഷിപ്പ് സംവിധാനത്തിലൂടെ ദുബായിൽ റിയൽ എസ്റ്റേറ്റ് വസ്തുവകകൾ സ്വന്തമാക്കാൻ അവസരം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ച് ദുബായിലെ സംരംഭകർ. ഓൺലൈൻ സംവിധാനത്തിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മലയാളികളെ പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വൻ കുതിപ്പ് നടത്തുന്ന ദുബൈയിൽ ചെറുകിട നിക്ഷേപകർക്ക് കൂടി അവസരം നൽകാൻ ലക്ഷ്യമിടുന്നതാണ് പദ്ധതിയെന്ന് സംരംഭകർ പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറേജ് സ്ഥാപനമായ അറബ് സോണും ടെക്നോളജി സ്ഥാപനമായ അൽവഫയും ചേർന്നാണ് ഈ സ്റ്റാർട്ടപ്പ് സംരംഭം അവതരിപ്പിക്കുന്നത്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച കോ ഓണർഷിപ്പ് സംവിധാനത്തിലായിരിക്കും പ്രോപ്പർട്ടികൾ വാങ്ങുക. പരമാവധി 8 പേരടങ്ങുന്ന സംഘത്തിന് ഓരോ ലക്ഷം ദിർഹം വീതം നിക്ഷേപമിറക്കി പ്രോപ്പർട്ടികൾ വാങ്ങാം. ഓൺലൈൻ വഴി ഈ പങ്കാളിത്തം രൂപപ്പെടുത്തുന്നതിന് കമ്പനി 5000 ദിർഹം ഈടാക്കും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ എസ്ക്രോ അക്കൗണ്ട് വഴിയായിരിക്കുമെന്നും അൽവഫ ഗ്രൂപ്പ് സ്ഥാപകൻ മുനീർ അൽവഫ പറഞ്ഞു. പക്ഷേ ഇതിലെന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആണ്, പൂർണ്ണമായിട്ടും അയാൾക്ക് അയാൾ ഇൻവെസ്റ്റ് ചെയ്തതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഓൺലൈനിൽ കിട്ടും. പിന്നെ അയാളുടെ കോ ഓണേഴ്സുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഒരു ലീഗൽ ബൈൻഡിങ്ങിലൂടെ നമ്മളിത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി വളരെ ട്രാൻസ്പാരൻ്റ്, എത്രയാണ് വാങ്ങിക്കുന്നത്, എത്രക്കാണ് കൊടുക്കുന്നത്, റെൻ്റ് എങ്ങനെയാണ്, ഓരോ സ്ഥലത്തുള്ള ഇൻഡെക്സസ്. ദുബായ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഇപ്പം DXP ഇൻട്രാക്ട് എന്നുള്ള പോലെയുള്ള പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് സൈറ്റിൽ നമ്മൾ പോയി അറിയാം. എല്ലാം വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. കോ ഓണർഷിപ്പ് ഗ്രൂപ്പുകൾ സ്വന്തമാക്കുന്ന യൂണിറ്റുകളുടെ മാനേജ്മെന്റ് ചുമതലയും നിക്ഷേപകർക്ക് ഇതിൽ നിന്നുള്ള വരുമാനം കൈമാറുന്ന ചുമതലയും അറബ് സോൺ എന്ന സ്ഥാപനത്തിനായിരിക്കും. അത് മാത്രമല്ല, 1 വർഷമോ 1.5 വർഷമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നല്ലൊരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റീസെയിൽ ചെയ്യും. അതിനുള്ള എൻറ്റയർ പ്രോസസ്സ് നമ്മൾ മലയാളികളെ മാത്രമാണ് നിലവിൽ ഇതിന്റെ ഭാഗമാക്കുന്നത്. പങ്കാളികളാകുന്നവർക്ക് നിക്ഷേപിക്കേണ്ട പദ്ധതികൾ തിരഞ്ഞെടുക്കാനും നിരീക്ഷിക്കാനുമുള്ള ഓൺലൈൻ സംവിധാനവും സംരംഭകർ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. അൽവഫ ഡയറക്ടർ മുഹമ്മദ് ആദിലും പങ്കെടുത്തു. മീഡിയ 1 ദുബായ്.